ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കിടക്കാച്ചി ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് അതിന് വേണ്ടത് കുറച്ച് ബീഫാണ്. അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ച ബീഫാണിത്. 1.5 കിലോ ബീഫാണ് ഞാൻ ഈ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായ പച്ചമുളക് എല്ലാം, പച്ചമുളക് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതില്ല. അതിനുശേഷം നമുക്ക് കഴുകി വെച്ച ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് അരിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം ആഡ് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ലേശം അച്ചാർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക. ഇനി 1 മണിക്കൂർ വെച്ച ഈ ബീഫ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. വെള്ളം ഒഴിക്കേണ്ടതില്ല. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഏകദേശം ഒരു 7 വിസിൽ വരുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി വഴറ്റുക. ഇതിൻ്റെ കൂടെ നമുക്ക് ലേശം ഉപ്പ് കൂടി ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള അച്ചാർ പൊടിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത ശേഷം ഇതിലേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സുർക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നല്ല ലൂസാക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.